ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ നിങ്ങളടുത്തേക്ക് വരിക കൃഷി എടുക്കൽ, അല്ലെങ്കിൽ വിളവെടുപ്പ്, അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. പൂക്കളുണ്ട് ഇതിൽ. പിന്നെ ഞാൻ ഇന്ന് വരുന്നത് ഇതെൻ്റെ വീടിൻ്റെ റോഡ് സൈഡ്, വീടിന് തൊട്ട് മുമ്പിലുള്ള ഇവിടെ മഴ ഒരു 3 മാസമായിട്ട് തോരാത്ത മഴ, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഇപ്പം 2 ദിവസമായി മഴയൊക്കെ ഒന്ന് കുറവ് കാണുന്നു, കുറച്ച് വെയിലൊക്കെ അങ്ങനെ വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ മുൻഭാഗം ഒന്ന് വൃത്തിയാക്കട്ടെ എന്നുള്ളത്. നമ്മളെ വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കേണ്ടത് നമ്മളെ കടമയാണല്ലോ. അത് റോഡ് സൈഡാണ്, ആരെങ്കിലും വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വീടിൻ്റെ മുൻഭാഗത്തേക്കൊന്ന് വന്ന് നോക്കിയതാ, എന്താ അവസ്ഥ എന്നറിയാൻ. വെയിലൊക്കെ ആയല്ലോ, ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. ഞാൻ കൈക്കോട്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഈ കളയെല്ലാം നമ്മൾ മരുന്നടിച്ച് പോക്കൂട്ടു, അങ്ങനെ ചെയ്യാറുണ്ട്, പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലെ പറിച്ച് കളയും. എനിക്ക് മരുന്നടിച്ച് പോക്കുന്നത് എൻ്റെ തോട്ടവും എൻ്റെ വീടിൻ്റെ സൈഡൊന്നും എനിക്കിഷ്ടമല്ല. മരുന്നടിച്ച് പോകുന്നത് എനിക്ക് എന്നെ പണിയെടുത്ത് വൃത്തിയാക്കണം എന്നാ. കാരണം എനിക്ക് ഓരോന്നുണ്ടാവും നട്ടത്, അതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഞാൻ കൈക്കോട്ട് എടുത്തിങ്ങ് ഇറങ്ങി. എൻ്റെ വീടിൻ്റെ മുൻഭാഗം റോഡ് സൈഡ്, ആ സൈഡിലൊക്കെ ഞാൻ കുറേ നട്ടിട്ടുണ്ട്. ആ നട്ടതൊക്കെ മൂടിൻ്റെ കാട് പിടിച്ച് കണ്ട് നമ്മൾ ഞെട്ടിപ്പോവുക കേട്ടോ. ആ വളർന്നു വന്നത് പോലും കാണാത്ത രീതിയിൽ കാട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൈക്കോട്ടും കത്തിയും എടുത്തിങ്ങോട്ട് ഇറങ്ങിയതാന്ന് വെയിൽ കണ്ടപ്പോൾ. പിന്നെ റോഡ് സൈഡാണ്, ഇങ്ങനെ കാട് പിടിച്ച് കണ്ടാലേ, ഇത് വയനാടാണല്ലോ. വയനാട്ടിൽ ടൂറിസ്റ്റിൻ്റെ നെട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഈ വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ വേസ്റ്റൊക്കെ ഈ കാട് പോലെയുള്ള സ്ഥലത്തേക്ക് അങ്ങ് എറിഞ്ഞളിയും. അങ്ങനെ കുറേ ഞാൻ അങ്ങനെ എടുത്ത് കളയലുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. എന്നാലും ഈ കാട് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, അവർ വൃത്തിയാക്കാത്ത സ്ഥലം കാണുമ്പോൾ ആരും ഇല്ലാത്ത സ്ഥലം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇടുക തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടായി കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ അത് മാത്രമല്ല, ഇവിടെ എലി, പെരുച്ചായി, പാമ്പ് എന്തെല്ലാം ഉണ്ടാവും. ഇപ്പോൾ പരിസരം വൃത്തിയായാൽ തന്നെ നമുക്കൊരു സുഖമാണല്ലോ കാണാൻ, ഒരു സന്തോഷം. അതൊക്കെ കാണാൻ നമ്മളെ സന്തോഷം നമ്മൾ തന്നെ എടുക്കണം. ഒരാൾ കൊണ്ടുതരികയൊന്നുമില്ല, നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മളതിൽ ആനന്ദം കണ്ടെത്തുക. എനിക്കായിട്ടൊരു കൈക്കോട്ട്, ഒരു കത്തിയൊക്കെയാ എനിക്കിതാ. ആണുങ്ങളെ കൈക്കോട്ടൊന്നും എനിക്ക് പറ്റൂല, അത് പെണ്ണുങ്ങളെ കൈക്കോട്ടാ. ചെറിയ കൈക്കോട്ട്, കത്തി, എനിക്ക് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഞാൻ കൊത്തി എടുക്കുന്ന. പക്ഷെ മഴ ഇല്ലാത്തത് കൊണ്ട്, ഇതുവരെ മഴയിരുന്നല്ലോ, അതുകൊണ്ട് ഒരു ചീച്ചിലുണ്ട്. മണ്ണിങ്ങനെ ഒരു സുഖമായിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കാൻ കഴിയുന്നില്ല അവിടെയായിട്ട്. പിന്നെ ആണെങ്കിൽ വള്ളി, ഒരു തരം വള്ളി നമ്മൾ നട്ടുണ്ടാക്കിയാൽ ഇങ്ങനെ വള്ളി ഉണ്ടാവൂല. എന്തെങ്കിലുമൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ ഇത് കള പോലത്തെ വന്നാലും ഇങ്ങനെ നിറഞ്ഞിട്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ നട്ടിരുന്ന കുറേ പച്ചക്കറികളുണ്ട്, അത് അവിടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ തപ്പിപ്പിടിക്കണം, ഓരോന്ന് പറിച്ചെടുക്കുക. കർമ്മൂസൊക്കെ എൻ്റെത് ഈ മുൻഭാഗത്ത് നട്ടതൊക്കെ പോയി ഒക്കെ ചോന്നുപോയി. ഈ കൊല്ലത്തെ മഴ കൊണ്ട് എൻ്റെ കർമ്മൂസ് മരം എല്ലാം പോയിട്ടോ. നിങ്ങളെ കർമ്മൂസ് മരമൊക്കെ അവിടെ ഉണ്ടോ? ഒരു കൊല്ലം എനിക്ക് 10 കർമ്മൂസ് മരം പോയിരുന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ 1 കാണുന്നുള്ളൂ മഞ്ഞതായ, അത് മുൻഭാഗത്തുള്ളത്. ഇപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് ആരെന്ത് കണ്ടാലും ഞാൻ മൈൻഡ് കൂര, ഞാനങ്ങ് പണിയെടുക്കല. പണിക്കാരെ കിട്ടാൻ ഭയങ്കര പാടാ. പിന്നെ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുന്ന് ചെണ്ടുമലയിൽ തയ്യ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാ. കണ്ടില്ലേ, നല്ല വൃത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ മൊത്തം എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥ. പുല്ല് വന്ന് നിറഞ്ഞിട്ട് ഞാൻ കൈക്കോട്ടെടുത്ത് കത്തിയും കൈക്കോട്ടുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പണിക്കാരെ വിളിച്ച് നടന്ന് നമുക്ക് ആളെ കിട്ടിയില്ല. സമയം അങ്ങനെ വഴുകുകയും ചെയ്യുക. ആ കാട്ടിൽ നിങ്ങൾ കണ്ടിരുന്നോ ഈ കപ്പ? ഇപ്പം വൃത്തിയാക്കിയ കപ്പ കണ്ടോ? ഇത്ര കപ്പ ഉണ്ടായിട്ട് ഞാൻ ചാക്കിൽ കപ്പ നട്ടിരുന്നു. ചാക്കിൽ കപ്പ നടാൻ കാരണം കഴിഞ്ഞ വർഷം നട്ടതെല്ലാം പെരിച്ചായി തിന്നുപോയി.
അപ്പം ഞാൻ വിചാരിച്ചു ചാക്കിലൊന്ന് നട്ട് നോക്കട്ടെ എന്നുണ്ട്. ചാക്കിൽ നട്ടിട്ട് എനിക്ക് പെരിച്ചായി തിന്നിട്ടൊന്നുമില്ല, ഉണ്ടായത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടി സ്ട്രോങ്ങിലാണ് നട്ട്, വലിയ ചാക്കിൽ. ഇതെല്ലാം കള വന്ന് മൂടിയിട്ട് കണ്ടിട്ട് തന്നെ അല്ലായിരുന്നു ആരും. ഇവിടെ കുറച്ചും കൂടി പണിയുണ്ട്, ആ പണി നാളെ എടുക്കുക. ഇന്ന് ഇത്രയാവും. ആ കളൻ്റെ ഇടയിൽ കേട്ടോ ഞാൻ പച്ചമുളക് നട്ടത്, അതൊക്കെ ഇപ്പം വെളിച്ചത്തായി. ഇതാ ചീര, വെണ്ട, ഇവിടെ ഉണ്ട് ഒരു കപ്പ നന്നാക്കണതാ. ഇതുപോലെ കാടിനി ഇവിടെയുണ്ട് കപ്പ. സമയം തെറ്റിപ്പോയി കണ്ടോ. നല്ലൊരു ചീരച്ചേമ്പുണ്ടായിന് ഞാൻ പുറത്ത് നട്ടതാ. റോഡ് സൈഡ് നല്ല വെളിച്ചാ അവിടെ, അതുകൊണ്ട് നട്ടതാ. ഇതാ ചീരച്ചേമ്പിൻ്റെ അടിയിൽ നിറയെ തൈകളാ, ഒക്കെ മാറ്റി കുഴിച്ചിടണം. ഒക്കെ ഇനിയിപ്പം നാളെയാ. ഇതാ ഇതുപോലെ കാടായിരുന്നു. ഈ കാടാ ഞാനിവിടെ നന്നാക്കിയത്. ഇത് റോഡാ. എൻ്റെ കപ്പല്ലും ഉഷാറായിന്. ഇനി ഈ പുല്ലൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നന്നാക്കും. അവിടെ ഇതാ ഒരു പച്ചമുളക്, ഇവിടെ വഴുതിന ചെടി ഒക്കെ അപ്പം വെളിച്ചത്തായി. എൻ്റെ പൂക്കൾ ഉണ്ടായത് കണ്ടോ. ഇതൊന്നും ഞാൻ നട്ടതല്ല കേട്ടോ, പൂക്കൾ ഭ്രാന്തുള്ളത് കൊണ്ട് ഞാൻ നട്ട വെങ്ങാനും ഇതിൻ്റെ കമ്പ് വീണ് പോയതാ. ഇതാ ഇവിടെ ഇത് ഞാൻ അവിടെ വെച്ചു. ഇതാ അവിടെ ഉണ്ടാകുന്നു. ആ കാട്ടിൽ നിന്ന് കിട്ടിയ പുല്ലാ ഇത്. നിങ്ങൾ വിശ്വസിക്കുമോ? നോക്ക്, ഇത്ര അധികം പുല്ലാ കിട്ടിയത്. ഈ പുല്ല് ഞാനിനി ചാക്കിലാക്കാൻ പോവുക. അതിനുള്ളിൽ നിന്ന് കിട്ടിയ പ്ലാസ്റ്റിക്കായി ഇത്. മഴ പെയ്യുന്നുണ്ട്, കയറട്ടെ. ഇതെല്ലാം ചാക്കിലേക്ക് കൂത്തി നിറച്ചങ്ങിടുക. ഇത് നല്ലൊരു ജൈവ വള ചെടികൾക്ക്. ഇനി നമ്മൾ ഇതിന്ന് എടുത്തില്ലെങ്കിൽ ഈ ചാക്ക് തന്നെ കപ്പയൊക്കെ നടാം, ജൈവാംശം കൂടും. ഇതിന് നിറയെ മണ്ണ് പറ്റിപ്പിടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മണ്ണ് നമ്മൾ ഇടേണ്ട ആവശ്യമല്ല. ഒരുപാട് കൊള്ളു, ഇതൊക്കെ ഇതിൽ കൊള്ളു. മഴ വന്നതാ പറ്റിയത്, പണി നിർത്തി. നിങ്ങളൊക്കെ എന്താ ചെയ്യാന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ വീടിൻ്റെ ചുറ്റും കൊണ്ടായ കളകളൊക്കെ പറിച്ചെടുത്താൽ അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക്കും ഉണ്ട്. ഇപ്പം നമ്മളെ പരിസരം വൃത്തിയാവും, നമുക്ക് നല്ല വളവും കിട്ടും. അതിനൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ട. വളം പൈസ കൊടുത്ത് വാങ്ങന്നെ വേണ്ട. ഇതിൽ ഒരുപാട് കൊള്ളും. പ്ലാസ്റ്റിക്കിലൊക്കെ മാറ്റണം, അതൊന്നും അവിടെ നിൽക്കും. ഫുള്ള് എടുക്കട്ടെ, ഇത് കാണിച്ചു തരാം. ഇതാ എല്ലാ കളയും ഞാൻ ഈ 2 ചാക്കിൽ കുത്തി നിറച്ചെടുത്തു. ഈ 2 ചാക്കിൽ നിറഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് അമരും, ഒന്ന് ഇരിക്കും. അപ്പം നമുക്ക് എന്താക്കാന്നറിയോ, ഈ 2 ചാക്കും ഞാനങ്ങ് തുന്നു, ഇങ്ങനെ കൂട്ടി അങ്ങ് തുന്നു. ഓരോന്നായിട്ട് 2 കൂടി അല്ല കേട്ടോ, ഇങ്ങനെ തുന്നിക്കഴിഞ്ഞ് ഞങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞ് ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കും. കുറച്ച് വട്ടത്തിൽ ഇങ്ങനെ പീസ് മുറിച്ചെടുത്തിട്ട് ഞാൻ കപ്പക്കൊമ്പ് നടും. നമുക്ക് അതുകൊണ്ട് മണ്ണ് അന്വേഷിച്ച് നടക്കേണ്ട, വളം അന്വേഷിച്ച് നടക്കേണ്ട, നല്ല അടിപൊളി കപ്പ ഉണ്ടാകുന്ന ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇത് കാണിക്കും. എൻ്റെ ഇതെന്താണ് ആയത് അപ്ഡേറ്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗുണങ്ങൾ. ഇപ്പം ഞാൻ ഇപ്പം നിറഞ്ഞ് നിൽക്കുക, പ്രശ്നമല്ല, കൂട്ടി തുന്നാനൊന്നും കഴിയില്ല. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ടിട്ട് ഞാൻ കൂട്ടിക്കെട്ടുന്നെല്ലാം ഞങ്ങളെ കാണിക്കും കേട്ടോ. അപ്പം നമ്മൾ കള പറിച്ചെടുക്കുന്നത്
ഇങ്ങനെ നിറയെ പുല്ല് മുളച്ചിട്ടുണ്ടായി നമ്മൾ കാണുമ്പോൾ വിഷമമുണ്ടെങ്കിലും നന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊരു അനുഗ്രഹമാണ്. അത് നമുക്ക് നല്ല വളമൊക്കെ ഇട്ടിട്ട് പൈസ കൊടുത്ത് വളം വാങ്ങണ്ടല്ലോ. അപ്പൊ ഈ 2 ചാക്കിലും ഞാൻ കപ്പ നടുന്ന് നിങ്ങളെ കാണിക്കൂ കേട്ടോ. ഞാൻ റോഡ് സൈഡ് വൃത്തിയാക്കുമ്പോൾ കിട്ടിയ പ്ലാസ്റ്റിക് ആയത് കേട്ടോ. ഈ പ്ലാസ്റ്റിക് എല്ലാം ഞാൻ പ്ലാസ്റ്റിക് ഇടുന്ന സ്ഥലമുണ്ട്, എനിക്ക് ഒരു കവറിലിടലാ, അതിൽ കൊണ്ടുപോയിട്ടെ. റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറേ സൗണ്ട് കുറവുണ്ടാവും, പിന്നെ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. കാരണം പെട്ടെന്ന് മഴ വന്നു, ഞാൻ നല്ല ഭംഗിയിൽ പണിയെടുത്തുകൊണ്ട് മഴ വന്നു. അപ്പം ഞാൻ ഇരുട്ടത്തിനാണ് കുറച്ച് പണിയെടുത്തത്. അത് ഇതിൻ്റെ പണികളൊക്കെ ഞാൻ കുറച്ച് ഇരുട്ടത്തിനാണ് എടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കുറവുണ്ടാവും, ക്ഷമിക്കണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണും. ഞാൻ എൻ്റെ പണിയെടുത്ത് ഫുള്ള് ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ തന്നെ എടുക്കുക. എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളത് ഇത് പണിക്കാരെ വിളിക്കലില്ല. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.